തിരുവനന്തപുരത്ത് മരം മുറിഞ്ഞൊടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. സെക്രട്ടേറിയറ്റ് അനക്സ് 1 സമീപമുള്ള റോഡിലാണ് മരം മുറിഞ്ഞു വീണത്. ഫയർഫോഴ്സ് എത്തി കൂറ്റൻ മരം മുറിച്ചു മാറ്റുകയാണ്. ടിൻഡുദാസ് ചേരുന്നുണ്ട് അവിടെ നിന്നും. ടിൻഡു, ഇപ്പോൾ മരം പൂർണ്ണമായി മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പണികൾ നടക്കുന്നതേ ഉള്ളോ? ഇന്ന് രാവിലെയാണ് ഈ പ്രസ് ക്ലബിന് മുന്നിലുള്ള തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിലുള്ള സെക്രട്ടേറിയറ്റ് അനക്സ് 1 സമീപമുള്ള ഈ റോഡിലെ കൂറ്റൻ മരം കാറ്റത്ത് കടപുഴകി വീണത് വലിയ രീതിയിലുള്ളൊരു അപകടമാണ്. കാരണം ഇവിടെ തലതാഴേക്ക് അപകടമാണ് ഒഴിവായത്. കാരണം ഈ സ്റ്റാച്യുവിൽ നിന്നും ബേക്കർ ജംഗ്ഷൻ വഴി ബേക്കർ ജംഗ്ഷൻ വഴി കാട്ടാക്കട തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന വലിയ KSRTC ബസ് ഉൾപ്പെടെ പോകുന്ന റോഡാണ്. ആ റോഡിലാണ് ഇത്തരത്തിലൊരു വലിയ മരം കടപുഴകി വീണത്. തലതാഴേക്കാണ് അപകടം ഒഴിവായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ മരം വീണത് പ്രസ് ക്ലബിന്റെ മുന്നിലേക്കാണ് വീണത്. വീണ സമയത്ത് ആ മരത്തിന്റെ വലിപ്പം കണ്ടാൽ തന്നെ മനസ്സിലാകും. അവിടെ വൈദ്യുതി പോസ്റ്റുകളും മറ്റും ഉള്ളതാണ്. ഈ വൈദ്യുതി പോസ്റ്റിന്റെ മുകളിലേക്കാണ് ഈ മരം ചാഞ്ഞത്. ഈ മരം ഇപ്പോൾ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ചെങ്കൽച്ചൂളിൽ നിന്നുള്ള ഒരു യൂണിറ്റ് ഇവിടെ എത്തിയാണ് ഇപ്പോൾ ഈ മരം മുറിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു അപകടമാണ് ഇവിടെ നിന്നും ഒഴിവായിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ അനക്സ് 1 എന്ന് പറയുന്നത് നിരവധി ഉദ്യോഗസ്ഥർ ജോലിക്ക് വരുന്നൊരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഇതിന് മുന്നിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. അവിടെ കുട്ടികൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ വരുന്നൊരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അത്യാഹിതം സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ആളപായം ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്ന പോലെ ഈ സെക്രട്ടേറിയറ്റിന്റെ ചുറ്റുപാടും വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ മരങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് ഇത്തരത്തിൽ ഈ വേരിൽ മണ്ണില്ലാത്ത സമയത്ത് ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നതാണ്. പക്ഷേ ഈ ഒരു മഴയിൽ ഇത്തരത്തിലൊരു വലിയൊരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ ഒരുപാട് ഇതുപോലുള്ള മരങ്ങൾ ഈ മരത്തിന്റെ വേരിൽ മണ്ണില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാനുള്ള നടപടി ഉണ്ടാകണമെന്ന് വിവിധ ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ മഴ പെയ്തപ്പോൾ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. ഒരു കൂറ്റൻ മരമാണ് ഇത്തരത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് പുറത്തേക്ക് മറിഞ്ഞു വീണിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ആളപായമോ അത്യാഹിതമോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ഏറ്റവും കൂടുതൽ തിരക്കേറിയ പ്രദേശമാണ്. സെക്രട്ടേറിയറ്റിന്റെ പിറകുവശമാണ്. സമീപത്ത് സ്റ്റേഡിയമുണ്ട്. അടുത്ത ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് ഈ പ്രസ് ക്ലബിന്റെ ഈ സൈഡിലുള്ള റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരം മുറിച്ചു മാറ്റുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ചെങ്കൽച്ചൂളിൽ നിന്നുള്ള യൂണിറ്റാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മരം പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റിയാൽ മാത്രമേ ഇവിടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ. കാരണം പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ആ റോഡിൽ ഇത്തരത്തിലൊരു അത്യാഹിതം സംഭവിച്ചത്. താൽക്കാലികമായിട്ട് ഇവിടേക്കുള്ള ഒരു ഗതാഗതം നിർത്തിവെച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ ഉള്ളത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും. അതോടൊപ്പം തന്നെ ഇന്നലെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 100-ലധികം റെസ്ക്യൂ കോളുകളാണ് ഫയർഫോഴ്സ് യൂണിറ്റുകളിലേക്ക്, തിരുവനന്തപുരത്തെ ഫയർഫോഴ്സ് യൂണിറ്റുകളിലേക്ക് മാത്രം എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള അത്യാഹിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 100-ലധികം കോളുകൾ വന്നിട്ടുണ്ട്. 100-ലധികം റെസ്ക്യൂ ഓപ്പറേഷനുകൾ നടന്നിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ മരം കടപുഴകി വീണും മരം തകർന്നു വീണുമൊക്കെ ഇത്തരത്തിലുള്ള ഗതാഗതം തടസ്സപ്പെടുകയും അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തലസ്ഥാനത്തെ മാത്രം അവസ്ഥയാണ്. ഇനി തലസ്ഥാനത്തിനുള്ളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിൽ പോയാൽ നിരവധി വീടുകളൊക്കെ തകർന്ന ഒരു അവസ്ഥയുണ്ടായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ സംഭവിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഏതാണ്ട് 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശി അടിച്ചിട്ടുണ്ട് എന്ന് വേണം 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അറിയുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി കെ രാജൻ KSDM കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലെത്തി നേരിട്ട് കാലാവസ്ഥാ വിദഗ്ധരുമായി സംസാരിച്ച് ഈ സാഹചര്യം വിലയിരുത്തും. അപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള അവസ്ഥ മുന്നിൽ നിൽക്കുന്നുണ്ടോ,
തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അദ്ദേഹം നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള മഴക്കെടുതിയാണ് ഒരുപക്ഷെ 2025 മൺസൂൺ കാലത്ത് ദുരന്ത നിവാരണ അതോറിറ്റി അതോടൊപ്പം തന്നെ കാലാവസ്ഥാ കേന്ദ്രവും പ്രതീക്ഷിക്കുന്നത്. കാരണം കാറ്റിൻ്റെ ദിശ വേഗത പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ അത്യാഹിതങ്ങളും അപകടങ്ങളും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നും നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ടായാലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപമുള്ള അനക്സ് 1 സമീപമുള്ള പ്രസ് ക്ലബിന് മുന്നിലെ മരം ഒടിഞ്ഞു വീണ് കടപുഴുകി വീണിട്ടുണ്ട്. വലിയൊരു അപകടമാണ് ഒഴിവായത്. കാരണം 9 മണിക്ക് ശേഷമൊക്കെ ഇവിടെ വലിയ രീതിയിലുള്ളൊരു ആൾത്തിരക്ക് അനുഭവപ്പെടുന്ന മേഖലയാണ്. എന്തായാലും വലിയ അത്യാഹിതങ്ങൾ ഒഴിവായിട്ടുണ്ട്. ദേവിക.